തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന 3 പേർ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി അക്തർ ജമാൻ പ്രമാണി, യുപി സ്വദേശി രാധേഷ് ശ്യാം, കുട്ടിമാക്കുൽ സ്വദേശി രാകേഷ് എന്നിവരാണ് പിടിയിലായത്. തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി അക്തർ ജമാൻ പ്രമാണി, ഉത്തർപ്രദേശ് സ്വദേശി രാധേഷ് ശ്യാം, കുട്ടിമാക്കുൽ സ്വദേശി രാകേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇവർ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പരിശോധന. വിൽപ്പനക്കായി തയ്യാറാക്കി വെച്ച പുകയില ഉൽപ്പന്നങ്ങളുടെ ചെറുകെട്ടുകളും പിടികൂടി. QR കോഡ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വിൽപ്പന. ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള മാരകമായ സാധനങ്ങൾ കച്ചവടം ചെയ്യുകയും അന്വേഷണത്തിൽ അത് കുട്ടികളടക്കം വാങ്ങുന്നുണ്ടെന്നും അറിയുകയുണ്ടായി. ആയത് ഇന്ന് രാവിലെ എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ശിക്ഷ നൽകുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തലശ്ശേരി നഗരസഭ ഇങ്ങനെയുള്ള ലഹരി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെ പിടികൂടി കർശന നടപടികളിലൂടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇങ്ങനെയുള്ള വ്യാപാരം അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനും യഥേഷ്ടം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നടത്തിയ ഡേ സ്ക്വാഡിലാണ് 2 അന്യസംസ്ഥാന തൊഴിലാളിയും ഒരു കുട്ടിമാക്കുൽ സ്വദേശിയായ ഒരാളെയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ നിത്യ മാധവൻ, അനിൽകുമാർ വിലങ്ങിൽ, PT ജോഷിമോൻ, ഡ്രൈവർ P ജീവേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.